ആ നോക്കാം. മാഷേ, മാഷ് പറഞ്ഞതുപോലെ എല്ലാം വേർതിരിച്ച് ഓരോരുത്തർക്കുമായി പ്രമാണമാക്കിയിട്ടുണ്ട്. അച്ഛാ, എല്ലാവരോടും ഒന്ന് ആലോചിച്ചിട്ട്. എന്താലോചിക്കാൻ? ആരോട് ആലോചിക്കാൻ? ഓരോരുത്തർക്കും എന്തൊക്കെയാണെന്നുള്ളത് പ്രമാണം ചെയ്തിട്ടുണ്ട്. വായിച്ചു നോക്കാം. പിന്നീട് ആരും പരാതിയായിട്ട് വന്നേക്കരുത്. എല്ലാവരെയും വിളിച്ചു നിർത്തി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാ. അപ്പൊ ആർക്കൊന്നും പറയാനില്ലായിരുന്നു. വക്കീലേ, അതിലിനി കറക്ഷൻ ഒന്നുമില്ലല്ലോ? ഇല്ല മാഷേ, എല്ലാം ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. വക്കീലേ, സ്വത്തുക്കൾ എപ്പോഴായാലും ഭാഗം വെക്കണം. അത് സ്വന്തം മക്കൾക്ക് കൊടുക്കാതെ കണ്ടവർക്ക് കൊടുക്കുന്നത് ശരിയാണോ? വക്കീലൊന്ന് പറഞ്ഞേ. ചാരുമോളും ഗോവിന്ദനും എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. വക്കീലേ, ആ പ്രമാണിങ് തരൂ. അവരവർക്കുള്ളതുകൊണ്ട് അവരവരിഷ്ടം പോലെ ജീവിച്ചോ. വേണ്ടച്ചാ, അച്ഛൻ ആഗ്രഹിച്ച പോലെ ചാരുണി ഞാൻ കല്യാണം കഴിച്ചോളാം. എന്താ എന്താ നീ പറഞ്ഞ? ചാരുവിനെ കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണെന്ന്. അതിനു മുമ്പ് എന്തോ പറഞ്ഞല്ലോ. അത് പറ. അച്ഛനെ ആഗ്രഹിച്ച പോലെ ഞാൻ. അതാണ് അച്ഛൻ ആഗ്രഹിച്ചതുപോലെ, അല്ല നീ ആഗ്രഹിച്ചതല്ല. ചാരുമോൾക്ക് സ്വത്തിന്റെ ഒരു ഭാഗം പോകുന്നറിഞ്ഞപ്പോ നീ ചാരുമോളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയല്ല അച്ഛാ, ചാരുവിനെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാ. അയ്യോ വേണ്ടെന്നേ, നീ അവളെ കല്യാണം കഴിക്കണ്ട. അവൾക്ക് ഈ ജന്മം സുഖമായിട്ട് ജീവിക്കാനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവളെ ഞാൻ നല്ലൊരിടത്തേക്ക് കല്യാണം കഴിപ്പിച്ച് അയച്ചോളാം. അച്ഛാ, അച്ഛാ അങ്ങനെ പറയല്ലേ. ചേട്ടനിപ്പോ സമ്മതിച്ചല്ലോ. ഇപ്പൊ എനിക്ക് സമ്മതമല്ലടാ. ഇവന് ഞാൻ ചാരുവിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കില്ല. അച്ഛാ, സ്വത്ത് കണ്ടിട്ടൊന്നല്ല ഞാൻ. വേണ്ടടാ.